ഉണ്ടെങ്കിൽ, പക്ഷെ ഇത് പ്രാവർത്തികമാവണമെങ്കിൽ ഒരു നല്ല നിർമ്മാതാവ് വേണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ശ്രീ ബാദുഷയാണ് ഞാൻ വിളിക്കുന്നത്. ബാദു ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ജൂഡ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ബാദു ഭയങ്കര കാര്യം ചെയ്ത് ഞാൻ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബാദുവാണ് കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ എന്നിട്ട് കൃഷ്ണമൂർത്തിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നു. ഗോപാലൻ സാറ് വരട്ടെ, ഞാനിതിൻ്റെ വൺലൈൻ ഒന്ന് കൊടുക്കാം, സാറിന് വായിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹമാണ് ആദ്യം പറയുന്നത്. അങ്ങനെയാണ് ഗോപാലൻ സാറ് വന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, രാത്രി ഏകദേശം 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഇതിൻ്റെ വൺലൈൻ എടുത്ത് വായിച്ച് രാത്രി തന്നെ എന്നെ ഫോണിൽ കണക്ട് ചെയ്ത്, കൃഷ്ണമൂർത്തി എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് ഈ സിനിമ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞു തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻ്ററാവുന്നു. ആശാ ശരത്ത് വരുന്നു, മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ശരീരത്തെ എല്ലാവരും, ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരുന്നു, ഷഫീഖിനെ പോലത്തെ എഡിറ്റർ വരുന്നു, സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു, ബാക്കി സുനൂപിനെ പോലത്തെ ഒരു ക്യാമറമാൻ വരുന്നു. അങ്ങനെ എല്ലാം കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് എല്ലാം. സോ അങ്ങനെയാണ് ആശകൾ 1000 എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം. ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള, ഞങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെയില്ല. ഇപ്പം സിനിമകളൊക്കെ ലക്ഷങ്ങളും കോടികളും 200 കോടി 300 കോടി 1000 കോടി അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ചെറിയൊരു സിനിമയാണ്.